ഞങ്ങളെ മുഖത്ത് എന്താ ഹലോ ഗേൾസ്, ഞങ്ങളെ മുഖത്ത് എന്താണെന്നറിയോ ഇത്ര സന്തോഷം. ഞങ്ങളിന്ന് പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോവാ. അപ്പൊ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞേ ഇനി രാത്രി ഫുഡൊന്നും ഉണ്ടാക്കണ്ട, രാത്രിയത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്ത് പോവാന്ന്. അപ്പൊ അതിന്റെ സന്തോഷാണ് ഈ മുഖങ്ങളിലൊക്കെ കാണുന്നത്. അപ്പൊ ഇനി പോവാൻ നേരത്ത് കാണേ. ചിലർക്കൊക്കെ തോന്നും ഇപ്പം ഉണ്ടെങ്കിൽ എന്ത് പ്രഹസനമാണ്. പക്ഷേ ഇങ്ങനെ വീട്ടിലിരിക്കണ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പോവുക, പുറത്തുനിന്നൊരു ഭക്ഷണം കഴിക്കുക, ഒരു മാറ്റമാണല്ലോ. അപ്പം ആ സന്തോഷമാട്ടോ നിങ്ങൾ കണ്ടത്, അല്ലാതെ വേറെയുള്ള പ്രഹസനങ്ങളൊന്നുമല്ലേ. പിന്നെ പുറത്ത് പോവാറില്ല എന്നും എവിടെയും പോവില്ല എന്നും ഒന്നും അല്ല ഇതിൻ്റെ അർത്ഥം. പെട്ടെന്നാണ് ഇതുണ്ടായത്. ഞങ്ങളിതെങ്ങനെ വൈകുന്നേരത്തേക്കുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞത് നമുക്ക് പുറത്ത് പോകാമെന്ന്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. പിന്നെ നിങ്ങൾ വിചാരിക്കുക എന്താ ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സ് ചെയ്തിട്ട് ഈ പ്രഹസനമല്ല. ഇനി വന്നിട്ട് ഇതൊന്നും ചെയ്യണ്ടല്ലോ, നേരെ കയറി അങ്ങോട്ട് കിടന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതും കൂടെ കഴിച്ച് ഒക്കെ ക്ലീനാക്കി വെച്ച് അതാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആകുമ്പോൾ ഇതിനൊക്കെ ഒരു എനർജി കൂടുമല്ലോ. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുക ഏറെക്കുറെ പെണ്ണുങ്ങൾക്ക് തന്നെയാവുന്നതാണ്. അപ്പം ഞങ്ങൾ നേരെ പോയത് എംഡൈനിലേക്കാണ് കേട്ടോ. അപ്പം മെയിനായിട്ട് ഞാനും ദൈവം ഇവിടുന്ന് ആദ്യമേ വിചാരിച്ചിട്ടുണ്ട് നല്ല മഴയൊക്കെ ഇനി. അപ്പോൾ എന്തായാലും ഒരു മന്തി തിന്നാൽ ഞങ്ങൾക്ക് കുറച്ച് ഒരു ആഗ്രഹം മന്തി കഴിക്കുകയെന്ന്. അപ്പം ഞങ്ങൾ ആദ്യം അവിടെ ആക്കി തന്നവരെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ, അവരെ വെയിറ്റ് ചെയ്ത്. ഇപ്പം ഞങ്ങളെ മാത്രം കണ്ട എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആദ്യം ഞങ്ങൾ ഒരു നടന്ന ഇടിമുഴിക്കിലേക്ക്, പിന്നെ ഓരോ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ പോയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ കൂട്ടാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ പോണ മനുഷ്യന്മാരെയൊക്കെ പച്ചർച്ചി തിന്നല്ലോ, അതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ നേരെ ഞങ്ങൾ ബിൽഡപ്പൊക്കെ ഇട്ട് കയറി. പിന്നെ ഇനി ഇവിടുന്ന് നടക്കുന്നതാണ് ഫുൾ നാടകങ്ങൾ. ഞങ്ങൾ ഇവിടുന്ന് മന്തി ആഗ്രഹിച്ചിട്ടാണല്ലോ പോയത്, അവിടുത്തെ ഇപ്പം മന്തി തീർന്ന്. ഞങ്ങൾ ഭയങ്കര ഷോ ഓഫൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് സാധനം ഇല്ല എന്ന് മനസ്സിലായത്. പിന്നെ ഏട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട, ഏട്ടന് നല്ല ജലദോഷവും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. പിന്നെ ഇനി ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമല്ലോ എന്നുള്ള ഒരു ഭാവം കൂടെ ആ മുഖത്ത് കാണാം. അച്ചപ്പം എന്താ പറയുക പറയുന്നത്, ഇവറ്റളെയും കൊണ്ടൊന്നും ഒരു വഴിക്കും പോകാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് അച്ചയ്ക്ക് പറയണത്. പിന്നെ അവസാനം ഞാൻ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോരും ഈ ബിൽഡപ്പൊക്കെ ഇട്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഒരു ചിക്കൻ സൂപ്പ് ഓരോക്കെ മേടിച്ച് അത് കഴിച്ചിട്ടോ. പിന്നെ ഞാനും ദൈവം അത് കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇതുപോലെ അവിടെ ചിരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഈ സ്ഥലം അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറേബ്യൻ മജ്ലിസിലേക്കാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങളെ രണ്ടാളും ദൈവനും ഇനി അവിടെ ആക്കി തന്നതിൻ്റെ ശേഷം അച്ഛനെയും അമ്മേനെയും കൂട്ടാൻ വേണ്ടി പോയതാണേ. അപ്പോൾ ഓരോക്കെ കൂട്ടി വന്ന് ഞങ്ങളിതാ വെയിറ്റ് ചെയ്തില്ലേ. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിലുള്ള വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്ത് മടുക്കും 10-25 മിനിറ്റ്. പിന്നെ ഇവമോൾ വന്നപ്പോൾ മുതൽ ഫോണിലാണല്ലോ എന്ന് ചിന്തിക്കേണ്ട, അവൾ അംഗനവാടിയിൽ നിന്ന് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഏട്ടന് ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ചൂടായിട്ടൊരു സൂപ്പും കൂടെ കഴിച്ചിട്ടോ സ്റ്റാർട്ടറായിട്ട്. പിന്നെ നമ്മുടെ കൊതിച്ചാശിച്ച് മോഹിച്ചിരുന്ന ഞങ്ങൾ മന്തി വന്നേ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഇനിയൊരു ആക്രമണമാണ് അങ്ങോട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അപ്പോഴേക്ക് ഇവയ്ക്ക് കിഡ്സ് സീറ്റ് ഞങ്ങളെന്തായാലും അവൾക്ക് എത്തൂലല്ലോ. അപ്പോൾ അതും കൂടെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടോ. പിന്നെ അവൾ അതിലേക്ക് ഇരുത്തിയൊക്കെ കൊടുത്ത്. പിന്നെ ഇപ്പം ഇനി അവക്കായുള്ള ഏലക്കായ പറ്റൂല, അത് പറ്റൂല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അവൾ അച്ഛൻ്റെ മാതിരി അവൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതൊന്നും അവൾ അതിൽ കഴിക്കൂല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഇതൊക്കെ ഒരു ഹാപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയി ഫാമിലി ഒത്ത് ഭക്ഷണം കഴിക്കുക, അപ്പം നല്ല കുറേ മെമ്മറീസൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിച്ച് അറ്റ് ലാസ്റ്റ് കണ്ടല്ലോ എന്തായിരുന്നു ഇതിൻ്റെ ആഗ്രഹം എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോന്നേ.